ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ പ്രഭാതങ്ങളും പൊട്ടിവിടരണതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ എന്ത് അസുഖം ഉണ്ടെങ്കിലും തലേ ദിവസം ഇനി നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നതെങ്കിൽ തന്നെയും രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് അതൊക്കെ കുറച്ചൊന്നങ്ങ് മാറി നിൽക്കും. ഇപ്പോൾ ഇവിടെ അമ്മയുടെ കാര്യമാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയാണ്. ഇപ്പം നല്ല കൂടുതലാണ്. അധിക സമയം അമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ അമ്മ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഓ ഇപ്പോൾ ഒട്ടും കാലുവേദനയില്ല, ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് വീണ്ടും കാല് അനക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ അതുപോലെയല്ലേ നമ്മൾ അത്രയും റെസ്റ്റ് അല്ലേ. എന്ന് വെച്ചാൽ ഉറക്കമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം മരണമെന്നാണ് പറയണത്. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധിയാവുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രം എന്ത് കാര്യങ്ങളും ചെയ്യണമെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ അതിനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാനും ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ശീലങ്ങളെല്ലാം മാറ്റി രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ എനിക്ക് അതിൻ്റേതായ ഒരുപാട് ഒരു ഐശ്വര്യവും ഒരു പോസിറ്റിവിറ്റിയൊക്കെ ജീവിതത്തിൽ വന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി വിളക്കൊക്കെ ഒരുക്കി കത്തിക്കണം. പിന്നെ സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ചൊവ്വയും വെള്ളയും ചാണകവെള്ളം തളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരാളിങ്ങനെ പറഞ്ഞു തന്നത്, ചാണകവെള്ളം തളിക്കണതിനേക്കാളും ചാണകവെള്ളം അത്രയും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തളിച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഐശ്വര്യമാണ്, നല്ലൊരു പോസിറ്റിവിറ്റി ഒക്കെയാണ്. പക്ഷെ അതിനേക്കാളും നല്ലത് മഞ്ഞൾ കലക്കിയ വെള്ളം തളിക്കണതാണെന്നാണ്. അത് നമ്മൾ ലക്ഷ്മി ദേവിയെ കൊണ്ട് കുടിയിരുത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്ക് അടിച്ചു വാരിയതിന് ശേഷം ഈ ഒരു മഞ്ഞൾ വെള്ളം കൊണ്ട് തളിച്ച് ശുദ്ധിയാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോഴേക്ക് ഒരു കണക്കിന് നോക്കിയാൽ ചാണകം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലുമൊക്കെയാണ് ചാണകം ഒപ്പിക്കണത്. അതിനേക്കാളും നല്ലതല്ലേ നമുക്ക് മഞ്ഞളാകുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ്. പിന്നെ മഞ്ഞളിന് നമ്മളെപ്പോഴും ഒരു ഐശ്വര്യമായിട്ടല്ലേ കണക്കാക്കണത്. എന്ത് കാര്യത്തിലും നമ്മൾ പണ്ടൊക്കെ അമ്മയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ സാധനങ്ങൾ പാചകക്കാർക്ക് ലിസ്റ്റ് എഴുതുമ്പോഴും സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതില്ലേ, അതുപോലെ തന്നെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുള്ള ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ആദ്യം എഴുതുന്നത് മഞ്ഞളാണെന്നാണ്. അപ്പോൾ എന്ത് കാര്യവും മംഗളകർമ്മം മഞ്ഞളിൽ ആരംഭിക്കാം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും മഞ്ഞൾ അത്രയും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മഞ്ഞൾ വെള്ളം തളിച്ചിട്ട് തൂത്ത് കഴിഞ്ഞ ഉടനെ മഞ്ഞൾ വെള്ളം കൊണ്ട് വീടും പരിസരമൊക്കെ ഒന്ന് തളിച്ച് വൃത്തിയാക്കാം. അതാകുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഫ്ലാറ്റ് താമസിക്കുന്നവർക്കായിരുന്നാലും അല്ലാണ്ട് ഗൾഫിൽ താമസിക്കുന്നവർക്കായിരുന്നാലും ഇനി എവിടെ ആയിരുന്നാലും മഞ്ഞൾ കിട്ടില്ല എന്നൊരു പരാതി ആരും പറയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്തണത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത കാര്യമാണ്. എന്തായാലും ഞാൻ ഇന്ന് മുതൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ ഒരുക്കി ഇനി വിളക്ക് കത്തിക്കണം. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു തിരി ഇതുപോലെ കത്തിച്ച് പുറത്തെറിയും. ഞാനത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ലക്ഷ്മി ദേവിയെ കുടിയിരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ആദ്യം കാണുന്ന ദീപം, ആദ്യം ഇങ്ങനെ ദീപം കാണുമ്പോഴേക്കും അതിൽ മൂദേവിയാണ് വരണത്. നമ്മൾ ജ്യേഷ്ഠ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീദേവി വരുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു തിരി കത്തിച്ച് പുറത്തെറിയുമ്പോഴേക്ക് ആ വെട്ടത്തിൽ മൂദേവി വന്നിരുന്നോളും. പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴേക്ക് അതിലേക്ക് ശ്രീദേവി കുടികൊള്ളും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എപ്പോഴും നിലവിളക്ക് മാത്രമേ കത്തിക്കാവൂ എന്നാണ് പറയാറ്. നമുക്ക് ഒരുപാട് വിളക്കുണ്ട്. തൂക്ക് വിളക്കുണ്ട്, ലക്ഷ്മി വിളക്കുണ്ട്, കുബേര വിളക്കുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് വിളക്കുകൾ കിട്ടും. പക്ഷെ നമ്മൾ വീട്ടിൽ കത്തിക്കാനായിട്ട് എപ്പോഴും ഐശ്വര്യം നിലവിളക്കാണ്. നിലവിളക്കെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ തന്നെ പ്രതീകമായിട്ടൊക്കെയാണ് നമ്മൾ നിലവിളക്കിനെ കാണുന്നത്. അപ്പോൾ അതിൽ എപ്പോഴും ഇങ്ങനെ പ്രകാശം ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ആത്മാവ് ഇങ്ങനെ, നമ്മുടെ മനസ്സും എപ്പോഴും ഇതേപോലെ ആ വിളക്കിലെ ദീപം പോലെ അത്രയും പരിശുദ്ധമായിട്ട് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഇനിതാ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കണമല്ലോ. ഇനി അടുക്കളയിൽ കയറണം, ജോലി ചെയ്യണം, കാപ്പി ഉണ്ടാക്കണം, ഉച്ചയൂണ് ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ എന്നല്ല, ഒട്ടുമിക്ക സമയങ്ങളിൽ ഇത് തന്നെയാണ് കാഴ്ച. ഇഷ്ടം പോലെ ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പട്ടികളാണ്. നമ്മളെ ഒന്നും ചെയ്യാറില്ല. എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറണതെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ആര് പോയാലും ഒരു വണ്ടി പോലും ഇതുവഴി പോകാനായിട്ട് പറ്റില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കടിച്ചെടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഒരു സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന വേസ്റ്റ് എല്ലാം അത് കടിച്ചെടുത്ത് നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ കൊണ്ടിട്ടോളും. അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഇതിനെയൊക്കെ കൊണ്ട്.
പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേശുക്കുട്ടൻ ഉണരണേന് മുന്നേ ചപ്പാത്തി ഉണ്ടാക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നത്തെ കാര്യം പറയുകയും വേണ്ട. അതുകൊണ്ടാണ് എപ്പോഴും മടിക്കണത്. അതുകൊണ്ട് മാത്രമല്ല, അതൊരു കാരണമാക്കി ഞാൻ പറയണമെന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് ചപ്പാത്തി പരത്തി ഉണ്ടാക്കാനായിട്ട്, കുറേ സമയം എടുക്കൂലേ. പിന്നെ ഈ ചപ്പാത്തി പ്രസ്സിങ് ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഞങ്ങൾക്ക് എന്തോ അതത്ര അങ്ങോട്ട് പറ്റാത്ത കണക്കാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നാലും നാത്തൂമാരുടെ വീട്ടിലായിരുന്നാലും എല്ലായിടത്തും ഈ പ്രസ്സിങ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇതിനെടുത്ത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ പരത്തിയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. പിന്നെ രമ്യ ചേച്ചിക്കാണെങ്കിൽ, മൂത്ത നാത്തൂനാണെങ്കിൽ ചപ്പാത്തി പരത്തണേനും ചുടണേനും ഒരു മടിയും ഇല്ലയെന്ന് എനിക്ക് തോന്നും. ഞങ്ങൾ അവിടെ പോണ സമയത്തൊക്കെ രാത്രി എന്താ ചേച്ചിന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയാം ചപ്പാത്തി ഉണ്ടാക്കാം. ഈശ്വര, അവരിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചപ്പാത്തി എന്ന് പറയണതേ എനിക്ക് ദേഷ്യമുണ്ട്. എനിക്ക് ഇഷ്ടമില്ല ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എന്ത് പാടാണ് ഇത്രയും ചപ്പാത്തി പരത്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചപ്പാത്തിയും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഇന്നലെ ചേട്ടൻ പറഞ്ഞായിരുന്നു രാവിലെ, നാളെ എന്തായാലും ചപ്പാത്തി മുട്ടക്കറി ആക്കണം, കുറേ ദിവസമായി ചപ്പാത്തി കഴിച്ചിട്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണമല്ലോ, കണവനെ കൺകണ്ട ദൈവം എന്നല്ലേ പറയാറ്. അതുകൊണ്ട് ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ ദാ അവിടെ പാവയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പാവയ്ക്ക കിട്ടിയാൽ പിന്നെ ഇനി അതും മതി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കണതായിരുന്നാലും തോരൻ വെച്ച് കഴിക്കണതായിരുന്നാലും എല്ലാത്തിനും അമ്മയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചപ്പാത്തി നമ്മൾ പരത്തണ സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചപ്പാത്തി പൂരിയുടെ കാര്യത്തിൽ ചെയ്യും പോലെ തന്നെയാണ്. ചപ്പാത്തി കുഴക്കണ സമയത്ത് അതിൽ കുറച്ച് പാൽ ഒഴിക്കണം, കുറച്ച് വെണ്ണയും അൺസോൾട്ടഡ് ബട്ടർ കിട്ടും, അതും കൂടെ ഇട്ട് നമ്മൾ നനച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പദം വരും. അതുപോലെ തന്നെ അതിന് ശേഷം നല്ല ഇടിച്ച് പരത്തി കുറച്ച് സമയം നമ്മളന്ന് കൈ കൊണ്ട് നന്നായിട്ട് പരത്തി നന്നായിട്ട് അതിനൊന്ന് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാരായിരുന്നാലും പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നമ്മളിങ്ങനെ കുഴച്ചിട്ട് ചപ്പാത്തി അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കരുതെന്നാണ്. കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ചപ്പാത്തി കഴിക്കാവൂ എന്ന് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും. കാരണം നമ്മളിങ്ങനെ ചപ്പാത്തി കഴിച്ചാലും അതിലും കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റും ഉണ്ട്, അതിലും കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ ഷുഗർ വരുമ്പോഴേക്കൊക്കെ അല്ലേ ചോറൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ചപ്പാത്തിയിലോട്ട് പോകണത്. അപ്പോൾ ഇപ്പോഴറിയാൻ പറ്റിയത് എന്തെന്ന് വെച്ചാൽ ചപ്പാത്തിയിലും ഉണ്ട് കാർബോഹൈഡ്രേറ്റ്, അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അത് ശരിയാണ്, പക്ഷെ നമ്മൾ ചപ്പാത്തി പരത്തിയിട്ടല്ല ചപ്പാത്തി കുഴച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചപ്പാത്തി പരത്തി ചുടാൻ പാടുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു മിക്സി ഉണ്ട്, അപ്പോൾ അതിലിട്ട് ചപ്പാത്തി കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ചപ്പാത്തിക്കിട്ട് മാവ് കുഴച്ചെടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ അരമണിക്കൂർ വെക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല പദം വരും മാവ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം, ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാനും പരത്തി ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് ശരിയായ ഒരു രീതി അല്ല എന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അവിടെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ മുട്ടയുടെ തോലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുട്ട ഇങ്ങനെ പൊട്ടി പോവാണ്ടിരിക്കാനായിട്ട് മുട്ട നമ്മൾ അവിക്കാൻ വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അവിക്കാനായിട്ട് വെച്ചാൽ മുട്ടത്തോട് പൊട്ടിപ്പോയി മുട്ട ഇങ്ങനെ മൊത്തം പതഞ്ഞ് പൊങ്ങില്ല എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് അതിൽ എൻ്റെ അനുഭവത്തിൽ അത് അത്ര വലിയ കറക്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചില സമയങ്ങളിലേക്ക് ഉപ്പിട്ടാലും മുട്ടയുടെ തോട് പൊട്ടാനുള്ളത് പൊട്ടും. അത് ചെറിയ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് ചെറിയൊരു പൊട്ടൽ കാണാം. അപ്പോൾ പിന്നെ അതിന് മുട്ടത്തോടിട്ട് അല്ല ഉപ്പിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല, അത് പൊട്ടും. അങ്ങനെ ഇവിടെ എനിക്കാണെങ്കിൽ ഇങ്ങനെ മുട്ട റോസ്റ്റാക്കി വെക്കണതാണ് ഇഷ്ടം. ഇവിടെ ചേട്ടനാണെങ്കിൽ അത് പറ്റൂല, കറി വേണം. അനന്ത് വന്നാൽ അപ്പോഴേ പറയും മാമി എനിക്കത് നല്ല കുഴച്ച് വെച്ച് തരണേന്ന് പറയും. എനിക്കും അവനുമാണെങ്കിൽ അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെ കറി വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ആർക്കും അത് പറ്റൂല, കറി എല്ലാത്തിനും കറി വേണം. അല്ലാണ്ട് ഇങ്ങനെ ഒന്ന് പെരട്ടി വെക്കണത് ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെ ഒരു മുട്ടക്കറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുട്ടക്കറി വെക്കുമ്പോഴേക്കും ഉള്ളി നല്ലതുപോലെ വെന്ത് കിട്ടിയാലേ അതിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യണത്, പിന്നെ ഞാനിവിടെ ചെയ്യാറൊക്കെ ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ഉള്ളി വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ആ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോഴേക്ക് നല്ലതുപോലെ ഉള്ളി വെന്ത് കിട്ടും. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ ഷോപ്പിൽ പോയി. ഞങ്ങളിതാ ഇനി
ഒരു ചക്ക അടക്കാനായിട്ട് പോണതാണ്. ചക്കയെന്ന് പറയാനായിട്ട് പാവം ഒരു കുഞ്ഞൻ ചക്കയാണ്. ചക്കയുടെ രൂപമൊക്കെ വന്നിട്ടേ ഉള്ളൂ, അതിനകത്ത് ബാക്കി സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കിന്ന് അത് വെച്ചിട്ടൊരു വെറൈറ്റി കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചക്ക ആ ചെറിയൊരു ചക്ക വെച്ചിട്ട് നമുക്ക് ഇടിച്ചക്ക വയ്ക്കാം, ചക്ക തോരൻ വയ്ക്കാം. അപ്പോൾ എന്ന് വിചാരിച്ച് അങ്ങനെ അല്ലാണ്ട് ആ ചക്ക നമ്മൾ അല്ലാണ്ട് വെക്കില്ല, എരിശ്ശേരി പോലെ ഉടച്ച് വെക്കില്ല, അതുപോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ചക്കയും കൂടെ എടുത്ത്, ഇനി അവിടെ ഒരു കുഞ്ഞൻ ചക്കയുണ്ട് ഇതോ ആ ബാക്കിൽ നിൽക്കണത്, അത് ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത മാസം വിഷു അല്ലേ, അപ്പോൾ കണി വയ്ക്കാനായിട്ട് ചക്ക വേണമല്ലോ. അങ്ങനെ ഇതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര വലിപ്പം പോലും ഇല്ല. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴാണ് ഈ ചക്ക വലുതായിട്ട് തോന്നുന്നത് കേട്ടോ. ഒരു കുഞ്ഞൻ ചക്കയായിരുന്നു. അപ്പം അനന്തവും ഉണ്ട്, നന്ദും ഒക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം ഞങ്ങളിതാ രാവിലെ ചക്കയെ കടത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോണതാണ്. അപ്പോൾ ഒരു കറിക്കുള്ള സംഭവമായി, ചക്കയായി. ഇനി അടുത്ത് എന്ത് വേണമെന്ന് വെച്ചാൽ കുറച്ച് മുരിങ്ങയില വേണം. മുരിങ്ങയില തോരൻ വെക്കണം. അതിനായിട്ട് ഇതാ മുരിങ്ങയില എടുക്കാനായിട്ട് വന്നതാണ്. പിന്നെ എല്ലായിടവും മുരിങ്ങക്ക നിറച്ച് കാച്ച് കിടപ്പുണ്ട്. ഇവിടെ ഇതിലിപ്പോൾ മുരിങ്ങ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ഇത് അവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞ് വീണിട്ട് അതിൽ നിന്ന് തന്നെ വീണ്ടും മുളച്ച് വന്നതായിരുന്നു. പക്ഷെ പൂത്തൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ മുരിങ്ങയിലയും എടുക്കാം, മുരിങ്ങയുടെ പൂവും എടുക്കാമല്ലോ. മുരിങ്ങ പൂ തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ മുരിങ്ങയില എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു ചെറിയ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയും കൂടെ ഉണ്ട് അവിടെ. നമ്മൾ കളിക്കൂട്ടുകാരെന്ന് പറയില്ലേ, അങ്ങനെ ഒരാൾ ഉറങ്ങുന്ന ഒരു മണ്ണും കൂടെയാണത്. അപ്പോൾ ഇപ്പോൾ അവൻ മരിച്ചിട്ട് തന്നെ 10-18 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. 10-20 വർഷമെങ്കിലും ആവും ആൾ മരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ എൻ്റെ അനിയത്തി വന്ന സമയത്ത് അവൾക്ക് അങ്ങനെ അവളെ പ്രായത്തിലുള്ള പിള്ളേരൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ പ്രായത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഈ ഇവിടേക്കായിരുന്നു. അന്നൊന്നും ഇവിടെയൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ കോമ്പൗണ്ടിനകത്ത് ഒരു വീട് അങ്ങനെയൊക്കെ ആയിരുന്നു. അവൻ്റെ വീട് ഈ ഒരു സൈഡിലായിരുന്നു, ആ പറമ്പായിട്ട് കിടക്കണില്ലേ. അപ്പോൾ അവനായിരുന്നു ഏറ്റവും ഇളയത്. അവനൊരു ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. സുമേഷ് എന്നാണ് അവൻ്റെ പേര്. നമ്മൾ കൊച്ചുമോനെന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ചേട്ടനും അവൻ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ സുമേഷ് മരിച്ചിട്ട് 10-20 വർഷമായി. എൻ്റെ ഇളയതായിരുന്ന ആൾ. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളായിട്ടൊക്കെ നടന്നതാണ്. മരിച്ച സമയത്ത് ഭയങ്കര ഷോക്കായിരുന്നു. ഒരു നാട് തന്നെ ഉറങ്ങാതിരുന്ന ഒരു സമയമെന്ന് പറയില്ലേ. കാരണം അവൻ കിണറ്റിൽ വീണാണ് മരിച്ചത്. അപ്പോൾ കിണറ്റിൽ വീണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓടി, എല്ലാവരുടെ ഒരു കൂട്ട പ്രാർത്ഥനയായിരുന്നു ഒരാപത്തും വരാതെ അവനെ തിരിച്ചു കിട്ടണേന്ന്. പക്ഷേ ഒരു 2-3 മണിക്കൂർ, 3 അല്ല അതിലും കൂടുതൽ, രാത്രിയായിരുന്നു, ഒരു സന്ധ്യ സമയത്താണ് അവൻ കിണറ്റിൽ വീണത്. അവനെ എടുത്തപ്പോൾ തന്നെ ഒരു 9-10 മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം അവൻ ആ കിണറ്റിനകത്ത് കിടക്കുകയായിരുന്നു. പക്ഷേ എടുത്തപ്പോഴേക്കും ആൾ മരിച്ച്. അപ്പോൾ അവൻ ഉറങ്ങുന്ന മണ്ണും കൂടെയാണത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പറയുമ്പോഴേക്ക് അതിപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞ മുഖം പോലും നല്ല പോലെ മനസ്സിൽ വരണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിന്നായം പോലെ മാത്രമേ വരണുള്ളൂ. അത്രയ്ക്ക് വർഷങ്ങൾ കഴിഞ്ഞില്ലേ, 10-20 വർഷമൊക്കെ ആയില്ലേ. ആ സമയത്തൊക്കെ നമുക്കത് ഭയങ്കര ഷോക്കായിരുന്നു. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ. സന്ധ്യ വരെ ഞങ്ങൾ കണ്ടതാണ്, പരസ്പരം കണ്ട് സംസാരിച്ചതും കൂടെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അറിയണം ആൾ കിണറ്റിൽ പോയി. പിന്നീട് പറയുന്ന ആൾ മരിച്ച്. കിണറ്റിൽ പോയെന്ന് പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ സമയം കഴിയും തോറും നമുക്കറിയില്ലല്ലോ, നമ്മളും ചെറുതല്ലേ. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം അവനൊരു കുഴപ്പവും വരില്ല, പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അമ്മയോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും, അമ്മ എന്ത് കുഴപ്പമൊന്നും വരില്ലല്ലോ. പക്ഷേ എടുത്തു കഴിഞ്ഞ ആൾക്കാരുടെയൊക്കെ കരച്ചിൽ കേട്ട സമയത്താണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്, ആൾ പോയി എന്നുള്ളത്. അപ്പോൾ അവന് അടക്കിയിരിക്കുന്നതും ആ ഒരു സ്ഥലത്താണ്. ആ മുരിങ്ങ നിൽക്കുന്നതിൻ്റെ കുറച്ച് പുറകിലോട്ടാണ് അവനെ അടക്കിയിരിക്കുന്നത്. ഇപ്പം ഈ പറയും പോലെ എന്തല്ലേ, അതെല്ലാം ഓർമ്മകൾ, നമ്മൾ കാലം മായ്ക്കാത്ത ഓർമ്മകളില്ല, മുറിവുകളില്ല എന്ന് പറയും പോലെ ആയിരുന്നു. പക്ഷെ അന്നൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു. സന്ധ്യ വരെയും നമ്മൾ കണ്ട് സംസാരിച്ചതാണ്. കുറച്ച് കഴിഞ്ഞ് ആരോ വീട്ടിലൊന്ന് പറയുന്ന കേട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ ഭയങ്കര ഭൂകം പോലെ ആ സമയത്തൊക്കെ ഇങ്ങനെ ആൾ കിണറ്റിൽ വീണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 10-12 മണിയൊക്കെ ആയപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ. അവനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ആ സ്ഥലത്ത് കുഴി വെട്ടണം. അപ്പോൾ എനിക്ക് അതായിരുന്നു ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തത്. കുറച്ച് മുന്നേ വരെ കണ്ട് സംസാരിച്ച് കളി പറഞ്ഞ ആളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ കുഴി വെട്ടാനായിട്ട് തുടങ്ങി അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേരാണ് ഇതുപോലെ മരിച്ചു പോയത്. ഇനി അതൊക്കെ പോട്ടെ. പിന്നെ അവിടെ നിന്ന് മുരിങ്ങയിലേക്ക് എടുത്തും കൊണ്ട് നേരെ ഇതാ വന്നപ്പോഴേക്കും അപ്പോൾ സുനിതേച്ചി വിളിച്ചിട്ട് പറഞ്ഞ്, കേശു ഓടിവാ, പൂച്ച പ്രസവിച്ച് കിടക്കുകയാണെന്ന്.
അങ്ങനെ കേശു കുറച്ച് നേരം 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 2 പേരെ കാണാനില്ല, ഒരാളെ മാത്രമേ കാണാനുള്ളൂ. ആളെ എവിടെയോ കൊണ്ട് സേഫാക്കി പൂച്ചയമ്മ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരാളെ തന്നെ ഞങ്ങൾ എടുത്തപ്പോഴേക്കും ആൾ എന്തോ ഒരു ചെറിയൊരു പേടി പോലെയൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് നേരം കേശു പൂച്ചയുടെ കൂടെയൊക്കെ കളിച്ചിട്ട് പിന്നെ ഇതാ ഈ പുളിഞ്ചിക്കയും കൂടി എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊടിനുള്ള എല്ലാ സംഭവങ്ങളും ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി കറി വെച്ച് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പുളിഞ്ചിക്ക് വീണ്ടും നിറയെ പൂത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല, നിറച്ച് കാച്ചു നിൽക്കുന്നതാണ്. ഇപ്പോൾ എപ്പോഴും കായ്ക്കണത് നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയല്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും ഇപ്പോൾ വീണ്ടും നിറയെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ, നമ്മളിങ്ങനെ ഇതിൻ്റെ ഇലകളും ശിഖരങ്ങളും മൊത്തം വെട്ടി അതിൻ്റെ തടി മാത്രം നിർത്തിയാലും ആ തടിയിൽ നിറച്ച് പുളിഞ്ചിക്ക കായ്ക്കും. അത് പുളിഞ്ചിയുടെ മാത്രം പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത്. ബാക്കിയൊന്നും അങ്ങനെ കായ്ക്കണതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള പുളിഞ്ചിക്ക എടുത്തുകൊണ്ട് ഞാൻ ഇനി വീട്ടിലോട്ട് പോകണം. അപ്പോൾ കേശുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സംഭവങ്ങളൊക്കെ അവന് കണ്ട് വളരെയല്ലേ, അമ്മ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്, എല്ലാം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണ്ട, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയും നമുക്കിതൊക്കെ ചെയ്യാം. ഒരു കണക്കിന് നോക്കിയാൽ അവർക്കുള്ള വലിയൊരു തിരിച്ചറിവും കൂടെയല്ലേ ഇത്. അപ്പോൾ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ കൂടെ കൂട്ടണം. പിന്നെ നമ്മളന്ന് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ. ചില സമയത്ത് ഞാൻ ചേട്ടനെ കൊണ്ട് ഉടക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതെല്ലാം അവൻ്റെ മനസ്സിൽ കാണും. കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ അത് പറയും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, എല്ലാവരും പറയില്ലേ കുഞ്ഞുങ്ങളെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ പാടില്ല, അതുപോലെ തന്നെയാണ് ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ കുറേ കഴിയുമ്പോഴേക്ക് അത് കറക്റ്റായിട്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയും. അമ്മ ഇങ്ങനെയല്ലേ അമ്മ പറഞ്ഞില്ലേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാനൊക്കെ ദൈവമേ, ഇങ്ങനെ അന്തം വിട്ട് നിന്ന ഒരു ഇൻസിഡൻറ്റ് വരെ ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ. നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് വരുമ്പോൾ ഞാൻ പറയും, അയ്യോ സൂക്ഷിച്ച് സംസാരിക്കണം, ബിഗ് ബോസിൻ്റെ ക്യാമറ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയും. കേശുവിനെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ക്യാമറ എന്നാണ് പറയണത്. നമ്മളിങ്ങനെ ഓർമ്മിക്കില്ലല്ലോ, ആൾ നിൽക്കുകയാണ്, മോൻ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ കുഞ്ഞല്ലേ, അവന് കേട്ടാലും കുഴപ്പമില്ല. പക്ഷേ പിള്ളേരങ്ങനെയല്ല, അവരെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എവിടെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് അവിടെ തന്നെ അവർ പറയും. അപ്പോൾ ഇപ്പോൾ ഇനി എന്ത് കാര്യം പറഞ്ഞാലും അത്രയും ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. പിള്ളവായിൽ കള്ളയില്ലെന്നല്ലേ, അവർക്ക് അറിയില്ല അതങ്ങനെ പറയാൻ പാടില്ല. ഈ കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വരണതേ ഉള്ളൂ. നമുക്കില്ലേ ഈ കള്ളത്തരങ്ങളൊക്കെ എല്ലാം അറിയാമെന്നുള്ളത്. പിള്ളേർക്ക് ഇപ്പോഴും അതൊന്നും അറിയില്ലല്ലോ. തെറ്റ് ചെയ്ത് ശരി ചെയ്ത് അവരുടെ കണ്ണിൽ എല്ലാം ശരിയാണ്, എല്ലാവരും നല്ലവരാണ്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇനി ഞാനെൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് ഇപ്പോൾ അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് നല്ല കാലുവേദനയും കാര്യങ്ങളുമാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചതാണ്. പക്ഷേ എല്ലാവരും പറയണത് ഷുഗർ ഉള്ളതുകൊണ്ട് കാലിന് അങ്ങനെ ബ്ലഡ് ക്ലോട്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഏത് ഡോക്ടറെ കാണിക്കണമെന്നും അറിയില്ല. എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും കാലുവേദനയ്ക്ക് ഒരു കുറവും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നും മീൻ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ തലേദിവസം രാത്രി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചക്ക എടുത്തിട്ട് അതിനൊന്ന് ഉടച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ മുരിങ്ങയില തോരൻ വെക്കണം, പിന്നെ പുളിഞ്ചിക്ക പറിച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഒഴിച്ച കറിയും കൂടെ ഉണ്ടാക്കണം. ഇത്രയും സംഭവങ്ങളാണ് ഇന്നിൻ്റെ ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ ചക്ക എടുത്തപ്പോഴേ ഒന്നാമത് നല്ല പിഞ്ച് ചക്കയും കൂടെയാണ്, മൊത്തം കയ്യിൽ അരക്കായി. അപ്പോൾ ആദ്യമേ ഞാൻ ഈ കാര്യമേ അങ്ങ് മറന്ന്, കയ്യിൽ എണ്ണ തേക്കണമെന്നുള്ളത്. ഈ പറയും പോലെ ഇതൊക്കെ എടുത്ത് വലിയ ശീലം ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ ആദ്യമേ ഓർമ്മ വരുള്ളൂ. നമ്മളിപ്പോൾ വലിയ പുതുമോടിയിലേക്കല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഈ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഇതെല്ലാം അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനി ഒരു ചട്ടിയൊക്കെ കഴുകിയെടുത്ത് അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടച്ച് കറി വെക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു പരീക്ഷണമാണ്. എല്ലാം നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളല്ലേ ഉള്ളൂ. ആരും എല്ലാം വയറ്റിനെ പഠിച്ചുകൊണ്ട് വരണതൊന്നും അല്ലല്ലോ. ഇവിടെ വന്ന് കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയല്ലേ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ചക്ക ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനത്തെ ഈ കുഞ്ഞൻ ചക്ക എടുത്തിട്ട് കുറച്ച് വെച്ചാലും അത് ഒരുപാടങ്ങ് പൊലിച്ച് കയറും കേട്ടോ, ഒരുപാടങ്ങ് ആവും പോലെ തോന്നും. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോഴേക്ക് അമ്മ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അമ്മ കിടക്കുകയായിരുന്നു. അമ്മ ഉണ്ടെങ്കിൽ പറയും ഇതൊക്കെ നടക്കുമോ, നീ എന്തോന്ന് കാണിക്കണത്, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കും. അവർക്കൊക്കെ ഭയങ്കര ഡൗട്ടല്ലേ. അവരൊക്കെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അമ്മമാരൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് പോകണത്. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ എനിക്ക് നടത്താനായിട്ട് പറ്റിയത്. പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ആളാവുമല്ലോ.
അങ്ങനെ ഞാൻ എന്താ ഒരു അരമുറി ചക്ക അതിനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച്. എത്ര വിസിൽ പോക്കി എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച് ആദ്യം ഒരു 4-5 വിസിൽ പോയിട്ടൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അല്ല വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിസിൽ കേട്ടതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ചക്കയ്ക്ക് അരച്ചൊക്കെ ഇടുമല്ലോ, അതേപോലെ അരപ്പൊക്കെ അരച്ചങ്ങ് ഇട്ട് ഒരു അടിപൊളി കറി വെച്ച് അമ്മേനെ ഞെട്ടിക്കണമെന്നും പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ സംഭവം സക്സസ് ആയി. അതുകൊണ്ടാണ് പറഞ്ഞതില്ലെങ്കിൽ ഞാൻ ഈ കാര്യമേ നിങ്ങളോട് മിണ്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ചക്കയൊക്കെ എടുത്ത് ഇനി കുക്കറിലേക്ക് ആക്കി വെക്കാനുണ്ട്. പിന്നെ ഇത് വരിക്കച്ചക്കയാണ്. അപ്പോൾ വരിക്കച്ചക്ക ആയതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കൂഴയുടെക്കാളും. അത് എൻ്റെ ഒരു തോന്നലാണ്. എനിക്ക് കൂഴച്ചക്ക ഒട്ടും ഇഷ്ടമില്ല. ഇവിടെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ കൂഴച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത് കഴിഞ്ഞിട്ടും കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ അതിങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഒരു നാര് പോലെയില്ല, ഇങ്ങനെ കുരുങ്ങും പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാനത് കഴിക്കുകയില്ല. വരിക്കച്ചക്കയാണെങ്കിൽ എത്ര കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഈ വർഷം ഇനി പഴുക്കേണ്ട സമയമായില്ല, എന്നാലും പഴുത്ത ചക്ക ഇനി എപ്പോൾ കിട്ടുമോ എന്തോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ബാക്കി വന്നതിന് ഞാൻ ഇതേപോലെ ഒരു കവറിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കവറിലാക്കി വെച്ചില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കൊണ്ടങ്ങ് കറുത്തു. അപ്പോൾ എപ്പോഴും ഇതുപോലെ ബാലൻസ് വരണത് ഇങ്ങനെ വെള്ളി കവറിൽ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ ഇനി മുരിങ്ങയില എടുക്കണം. മുരിങ്ങയില പൂവും മുരിങ്ങയിലയും എല്ലാം ഉണ്ട്. അപ്പോൾ പൂവ് അത് ആദ്യമായിട്ട് പൂവിട്ടതാണ്. അതിന് മുരിങ്ങക്കാ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്തായാലും ആ മുരിങ്ങയില ഫ്രഷ് പൂവ് കണ്ടപ്പോഴേക്ക് വിട്ടിട്ട് പോരാനും തോന്നിയില്ല. അങ്ങനെ പൂവ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി ചക്കേനെ ഇനി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുളിഞ്ചിക്ക് വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കണം. പുളിഞ്ചിക്ക് ഒഴിച്ചുകറി ഉണ്ടാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് മാങ്ങ വെച്ച് ഒഴിച്ചുകറി ഉണ്ടാക്കുക, അതുപോലെ പുളിഞ്ചിക്ക് വെച്ച് ഒഴിച്ചുകറി ഉണ്ടാക്കുക. ഇതൊക്കെ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ മുരിങ്ങപ്പൂവ്. പിന്നെ നമ്മൾക്ക് ചില സമയം ഈ വലിയ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പോയി നോക്കിയാലും മുരിങ്ങപ്പൂവ് ഇങ്ങനെ വീണ് കിടക്കും. അത് മാത്രം എടുത്ത് തോരൻ വെച്ചാലും നല്ല രുചിയാണ്. അതിലൊരു മുട്ടയും കൂടിയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് തോരൻ വെക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനൊക്കെ. അപ്പോൾ ഇനി ഇതാ മുരിങ്ങയില എല്ലാം ഇനി സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇവിടെ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുരിങ്ങയില കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇപ്പോഴും പറയുന്നത് മുരിങ്ങയില എങ്ങനെ പിച്ചാത്തി കത്തി തൊടാനായിട്ട് പാടില്ല. ഈ പിച്ചാത്തി എന്നൊക്കെ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ മാത്രം ഭാഷയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഈ പൊട്ടക്കിണറ്റിൽ തവള പോലെയല്ലേ, നമ്മൾ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ലോകം, എല്ലാവരും ഇങ്ങനെയാണ് പറയണതെന്ന്. ഇപ്പോൾ ഓരോരോ ഇങ്ങനെ തിരുവനന്തപുരംകാരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ഉള്ളതൊക്കെ ഓരോ റീലുകളും ഷോർട്സൊക്കെ കാണുമ്പോഴാണ് മനസ്സിലായത് ഈ പിച്ചാത്തി എന്നുള്ളത് നമ്മുടെ മാത്രം ഭാഷയാണെന്ന്. അപ്പോൾ നമ്മൾ കത്തീനെയാണ് ഈ പിച്ചാത്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കത്തി തൊടാനായിട്ടേ പാടില്ല മുരിങ്ങയിലയിൽ. അപ്പോൾ കയ്പ്പ് കുറച്ചും കൂടെ കൂടുമെന്നാണ് പറയണത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് എനിക്ക് മടിയാണ് അതിനെല്ലാം ഓരോ ഇലയായിട്ട്. അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഇലയായിട്ട് നുള്ളിപ്പിച്ചെടുത്തിട്ട് അതിനെ അങ്ങ് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാനൊന്നും വയ്യ. ഞാനിങ്ങനെ ചിലന്തിയുണ്ടോ എന്തെങ്കിലും വല കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തിയതിന് ശേഷം കൈകൊണ്ട് എല്ലാം ഇങ്ങനെ ഊരിയെടുത്ത് അതിനുശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചത് ഞെരടി എടുക്കുമല്ലോ, അതുപോലെ ആക്കി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഈ മുരിങ്ങയിലേക്ക് വയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തോരൻ പരിപ്പോ അല്ലെങ്കിൽ തന്നെ കുറച്ച് പയറോ ഇട്ട് വെക്കണം. അപ്പോഴേക്ക് ഇത് ഒട്ടും കുഴഞ്ഞു പോവുകയുമില്ല. നമ്മളിങ്ങനെ തെറുതെറായിരിക്കും. നല്ല സൂപ്പറായിട്ട് തോരൻ വെച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് കുറച്ച് തോരൻ പരിപ്പാണ് ഇട്ടത്. മുരിങ്ങയിലയിൽ എപ്പോഴും തോരൻ പരിപ്പാണ് പയറിൻ്റെക്കാളും കുറച്ചും കൂടെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കുറച്ച് തോരൻ പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി അത് ആദ്യമേ അങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരണം തോരൻ പരിപ്പൊക്കെ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കുമല്ലോ. അപ്പോൾ ഒരു പിടി മതി, അത്ര തോരൻ പരിപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതാ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, ജീരകം, വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങളും കൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കണം. ഒരുപാട് അരയണ്ടല്ലോ, തോരത്തിൻ്റെ കാര്യമല്ലേ. അപ്പോഴേക്ക് ഇത് നമ്മുടെ പുളിഞ്ചിക്ക കറിക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ മുരിങ്ങയില തോരനുള്ളതല്ല, പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയതാണ്. രണ്ടും ഒരുപോലെ തന്നെ, സംഭവങ്ങളൊക്കെ എല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ പുളിഞ്ചിക്ക് നന്നായിട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നേരത്തെ കാണിച്ച അരപ്പ് ഇതിനുള്ള അരപ്പായിരുന്നു. അപ്പോൾ അത് വെണ്ണ പോലെ അരച്ചെടുക്കണം. തോരത്തിനുള്ളതല്ലായിരുന്നു. അപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ നോക്കി എല്ലാവർക്കും കറക്റ്റാണോ എന്നൊക്കെ നോക്കി എടുക്കണം.
പിന്നെ അതിന് ശേഷം നമ്മൾ ഈ അരപ്പിട്ടതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ തിളച്ചാൽ അതിന് കറി ഒരുമാതിരി പിരിഞ്ഞു പോകും പോലെ ആവും. അപ്പം നമ്മൾ കറി ഞാനാണെങ്കിൽ അരപ്പിടണ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് കലക്കിയൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് ചൂട് കയറ്റി എടുക്കണത്. അത്രമാത്രം മതി. അപ്പോൾ പുളിഞ്ചിക്ക കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കുറവ് പോലെ തോന്നി. അങ്ങനെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫൈനലായിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ ഇനി എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. കേശുകുട്ടനാണെങ്കിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ ഒഴിച്ചറിയൊക്കെ ഒഴിച്ചിട്ട് ഒരു മീൻ കഷ്ണം കൂടെ വെച്ച് ചോറ് കൊടുത്താൽ ആൾ കഴിച്ചോളും. പിന്നെ ആദ്യമൊക്കെ കുറച്ചും കൂടെ കൊച്ചിൽ നിന്ന് നല്ലതുപോലെ എരിവൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാണ് എരിവ് കഴിക്കാനായിട്ട്. പിന്നെ ചിക്കനോ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീഫ് അങ്ങനെ കൊടുക്കൂല, ദഹിക്കൂല എന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ ആണെങ്കിൽ എത്ര എരിവാണെങ്കിലും ആളങ്ങ് കഴിച്ചോളും. അപ്പോൾ ആ കറി അവിടെ റെഡിയായി. പിന്നെ ഇതാ ചക്ക നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് വേവണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് തവി കൊണ്ടൊക്കെ ഒന്ന് ഇടിച്ച് പദം വരുത്തിയിട്ട് നമ്മൾ ഇടികല്ലുണ്ടല്ലോ ആ സംഭവം വെച്ച് ഇടിച്ചെടുത്താൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും. നമ്മൾ വേവാത്ത മരിച്ചിനി ആയിരുന്നാലും ഇടികല്ല് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ലതുപോലെ അത് ശരിയായി വരും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അവസ്ഥ. പക്ഷേ വെള്ളം ഒട്ടും പിടിക്കൂല കേട്ടോ. ഞാൻ എത്ര വെള്ളം ഇതിൽ വെച്ചോ അത്രയും വെള്ളം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ചില കറികളൊക്കെ ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം മൊത്തം അതങ്ങ് പിടിച്ചെടുക്കുമല്ലോ. ഇത് ഈ കുഞ്ഞനായതുകൊണ്ടായിരിക്കും ഒട്ടും വെള്ളം പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇടികല്ലും കൂടെയൊക്കെ കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ച് പദം വരുത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചക്കയ്ക്കുള്ള അരപ്പം അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇത്ര തന്നെയാണ്. കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലതുപോലെ അരച്ചെടുത്ത് ആ അരപ്പും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് ഒന്നും കൂടെയൊക്കെ അതിനൊന്ന് നോക്കിയതിന് ശേഷം ഇനി അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ കുക്കറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേക്ക് കുറേ കൂടെ നല്ല ഭംഗിയായിട്ട് അതൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു 3-4 വിസിലും കൂടെ പോവിച്ചെടുക്കണം. പിന്നെ ഇതാ തോരൻപരിപ്പ് ഇപ്പോഴാണ് വെച്ച് വേവിച്ചത്. അപ്പോൾ നേരത്തെ ഞാൻ തോരൻപരിപ്പ് എന്ന് പറഞ്ഞത് തോരൻപരിപ്പല്ല പുളിഞ്ചിക്കായിരുന്നു. അങ്ങനെ കുറച്ച് ഒരു പിടി തോരൻപരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ ഈ മുരിങ്ങയിലയും പൂവും എല്ലാം കൂടെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ആ ചെറിയ തീയിലിരുന്ന് കുറച്ച് ആവിയും കൂടെ കയറി അത് നല്ല ഭംഗിയായിട്ട് വെന്ത് വരും. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കി അതിൻ്റെ കൂട്ടത്ത് നിൽക്കുകയൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഇളക്കി കൂട്ടണം. പിന്നെ മുരിങ്ങയിലേക്ക് ആകുമ്പോഴേക്ക് പെട്ടെന്ന് വെന്തോളും. ഇതുപോലെ ഒരു ഗുണമുള്ള ഒരു സംഭവം വേറെ ഇല്ലെന്ന് പറയാം. അത്രയും ഗുണമാണ് മുരിങ്ങയിലേക്ക്. ഡെയിലി മുരിങ്ങയില കഴിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. വൈറ്റമിൻ സിയുടെയൊക്കെ ഒരു കലവറ തന്നെയാണിത്. പിന്നെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പീര ഇത്രയേ ഉള്ളൂ. അതും കൂടെ ഇട്ടിട്ട് മൊത്തത്തോടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 15 മിനിറ്റ് എടുക്കും നമ്മൾ ഇത്രയും തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്ക്. പക്ഷേ അതാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ ഇളക്കി ഇരിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ മുരിങ്ങയില റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മളെ ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ട് വെന്ത് കിട്ടി. പക്ഷെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം ഇപ്പോഴും പറ്റിയിട്ടില്ല. ആദ്യം ഒഴിച്ച വെള്ളമാണ്. നമ്മളല്ലാണ്ട് ചക്കയൊക്കെ വേവിക്കണമെങ്കിൽ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരുമായിരുന്നല്ലോ. അപ്പോൾ ഇനി വെള്ളം കൂടെ കുറച്ചങ്ങ് വറ്റിച്ചെടുക്കണം. നല്ല രുചിയും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ചെറിയ ഇടിച്ചക്ക കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എന്നും ഒരേ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു മടുപ്പല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയില്ലേ സക്സസ് ആയത് മാത്രം നമുക്ക് എല്ലാവരോടും പറയാം, അല്ലാത്തത് ആരോടും പറയണ്ട. അപ്പോൾ പിന്നെ ഈ വെള്ളത്തോടെ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്ക് ഈ വെള്ളവും ഈ ചക്കയും തമ്മിൽ അധികം അങ്ങ് ചേരണില്ല. രണ്ടും വിരുദ്ധരെ പോലെ അങ്ങോട്ടും മുഖം തിരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമേ വെള്ളം കൊണ്ട് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി കടുക് താളിക്കണം. കടുക് ഇപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിൽ മാത്രമല്ല, തോരത്തിന് വേണം, പിന്നെ നമ്മൾ ചക്കയ്ക്ക് വേണം, പുളിങ്കറിക്ക് വേണം, എല്ലാത്തിനും കൂടെയാണ് ഇത്രയും കടുക് താളിക്കണത്. ഇനി കടുക് താളിച്ച് കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്ന് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഇടണില്ല, എല്ലാത്തിലും ചിലപ്പോൾ അത് പറ്റില്ലല്ലോ.
പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന്, അപ്പോൾ ഇത് ഉള്ളി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേ ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് അങ്ങ് കരിയും പോലെ തോന്നും. നിമിഷം കൊണ്ടല്ലേ അങ്ങ് കരിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു തീയിൽ കിടന്നൊന്ന് വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റായിട്ട് അത് മൂത്ത് വരും. അപ്പോൾ എന്താ, നമ്മൾ പുളിഞ്ചിക്ക ഒഴിച്ച് കറി ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് റെഡിയായി. നമ്മൾ തോരൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ എണ്ണ ഒഴിക്കാണ്ടല്ലേ തോരനും വെച്ചത്, പച്ചവെള്ളത്തിൽ വേവിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറിയ തീയിൽ വെച്ച് വേവിക്കുമ്പോഴേക്കും ഇങ്ങനെ തെറായിരിക്കും തോരൻ, നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും, ഭയങ്കര ഗുണവുമല്ലേ. പിന്നെ നമ്മൾ ഈ തോരൻ പരിപ്പും കൂടി ഇട്ടതുകൊണ്ട് ഒട്ടും ഇതിങ്ങനെ കട്ട പിടിക്കില്ല ഈ മുരിങ്ങയില, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുരിങ്ങയില കട്ട പിടിച്ച് കളയും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് തോരൻ കിട്ടുകയും ചെയ്യും, ഒട്ടും കട്ടയും പിടിക്കില്ല, നല്ല രുചിയുമാണ്. നമുക്ക് പയറിട്ടും ചെയ്യാം, പക്ഷേ എനിക്ക് പയറിൻ്റെക്കാളും കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതൽ തോരൻ പരിപ്പാണ്. പയറാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളതിൽ പയർ ചേർത്തിരിക്കുകയാണെന്ന്. തോരൻ പരിപ്പാണെങ്കിൽ ഒട്ടും അറിയാൻ പറ്റില്ല അതിൽ തോരൻ പരിപ്പ് ഇട്ടിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് കാണാനും നല്ല രസമായിട്ട് തന്നെ ഇരിക്കും. അപ്പം കണ്ടില്ലേ, ഉച്ചയ്ക്കുള്ള 2 വിഭവങ്ങളായില്ലേ. ഒരു പച്ചക്കറിയുടെ പിറകെയും പോകേണ്ട, ഒന്നും വാങ്ങുകയും വേണ്ട എന്നും പറഞ്ഞ് ഞാൻ പച്ചക്കറി വാങ്ങാറേ ഇല്ലെന്നല്ല, ഇപ്പോൾ കുറേ നാളെ വാങ്ങിയിട്ട് ഇനി എന്തായാലും കുറച്ചൊക്കെ വാങ്ങണം. പക്ഷേ മാക്സിമം ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചക്ക എല്ലാം റെഡിയായി, ഞാനതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ചക്കയിലും കൂടെ കടുകും കൂടെ താളിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങ് ഒഴിച്ചു കൊടുത്ത് എടുത്താൽ എല്ലാ കറിയുമായി. ഞാൻ പറഞ്ഞില്ലേ, മീൻ കറി അവിടെ റെഡിയായിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളായി, ഒരു പച്ചക്കറി പോലും. പിന്നെ അതുപോലെ തന്നെ മലക്കറി എന്നുള്ളത് നമ്മളെ ഭാഷയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഭാഷകളൊക്കെ കേട്ടാൽ തിരുവനന്തപുരത്തെ ഭാഷകളാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നങ്ങ് ക്ഷമിച്ചിരിക്കണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ലോക്കൽ ഭാഷകളെ കയറി വരുള്ളൂ. അപ്പോൾ എന്താ, നമ്മുടെ വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് റെഡിയായി. അങ്ങനെ ഊണൊക്കെ കഴിച്ച് വൈകുന്നേരമായി. അപ്പോൾ അമ്മ അവിടെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാം, എടുത്ത് വെളിയിൽ കൊണ്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വെളിയിൽ കൊണ്ട് കുറച്ച് സമയം ഇങ്ങനെ തുറന്നു വിട്ടേക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. ഇവിടെ പരുന്തുമുണ്ട്, പിന്നെ ഈ കളർ കോഴികളായതുകൊണ്ട് പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകില്ല. കാക്ക പിടിക്കുന്ന പരുവവും കഴിഞ്ഞ്. പക്ഷേ പൂച്ചേനെ പേടിക്കണം. ഇവിടെ ആണെങ്കിൽ അറിയാമല്ലോ, ഇഷ്ടംപോലെ പൂച്ചകളും ഉള്ളതാണ്. പൂച്ചകളിങ്ങനെ കറങ്ങണുണ്ട്, ഈ കോഴിക്കുഞ്ഞിൻ്റെ വിളി കേൾക്കുമ്പോഴും എല്ലാം ആയിട്ട്. പിന്നെ നല്ല ഇണങ്ങി ഞങ്ങളുമായിട്ട്. ആൾക്കിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കിപ്പോൾ പേടിയൊന്നുമില്ല, ഞങ്ങളിങ്ങനെ എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യണോണ്ടായിരിക്കും. പിന്നെ കണ്ടില്ലേ, പുതിയ തൂവലുകളെല്ലാം വെള്ളമായി തുടങ്ങി. ഇപ്പോഴത്തെ ഒരു കളർഫുള്ളും ഭംഗിയും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മറ്റേ വെള്ളക്കോഴികളല്ലേ. അപ്പോൾ കേശുവിന് ഇതിൻ്റെ അടുത്തുള്ള ആവേശമൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോഴായിരുന്നു ഇത് വേണമെന്നുള്ള കരച്ചിലും ബഹളമൊക്കെ. ഇപ്പം പിന്നെ അവനത് വലിയ കാര്യമല്ലാണ്ടായി. പിന്നെ അമ്മ നോക്കിക്കോളും ഈ സംഭവങ്ങളെല്ലാം. അമ്മയ്ക്ക് ഇതൊക്കെ നോക്കാനൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെളിയിൽ കൊണ്ടാക്കിയപ്പോൾ കേശു ഇങ്ങനെ ഈ ആട് മേയ്ക്കണ പയ്യനെ കണക്ക് കോഴികളെ ഇങ്ങനെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ അമ്മ അവിടെ ഡൈ അടിക്കാനായിട്ട് ഇരിക്കുകയാണ്. നന്ദു അമ്മയ്ക്ക് ഇങ്ങനെ ഡൈ ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടതും. അപ്പോൾ എല്ലാം നടക്കുമല്ലോ, എല്ലാ കാര്യങ്ങളും നടക്കും. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് ഡൈ അടിക്കുകയും ചെയ്യാം, കേശുവിനെ അവിടെ കളിക്കുകയും ചെയ്യാം, കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിൽക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് നിന്നിട്ടാണ് കോഴികളെ നിർത്തുന്നത്. ഈ പറയുമ്പോൾ പൂച്ചേനെ മാത്രം നോക്കിയാൽ മതി, നമ്മൾ കാണാണ്ട് ഇങ്ങനെ പമ്മി ഇരുന്നിട്ട് ചാടി പിടിച്ചാൽ പിടിച്ചതല്ലേ. പിന്നെ കീരികളും അറിഞ്ഞില്ല, ഇവിടെ ഇഷ്ടം പോലെ കീരികളാണ്. നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോണത് കാണാം. കീരിയൊക്കെ വലിയ അറിവ് കിട്ടിയില്ല, അതൊക്കെ നമ്മൾ പുറത്ത് വിടാത്തതുകൊണ്ട്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോക്കാണ്. കീരികളുടെ പ്രശ്നമെന്ന് വെച്ചാൽ കഴുത്തിൽ നിന്ന് അങ്ങ് പിടിച്ചുകൊണ്ട് തല മാത്രം കൊണ്ടുപോകും. പണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നും കോഴി വളർത്തലായിരുന്നു. ഇപ്പോഴാണ് അമ്മ കോഴീനെ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇനി എന്ന് വീണ്ടും അവർ അത് തുടങ്ങുമെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചന്തയിൽ പോകുന്ന സമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകും, കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിക്കോണമെന്ന്. ഒരിക്കൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 18 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇത്രയൊന്നും അല്ല, കുറച്ച് വലുതായതായിരുന്നു. അപ്പോൾ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ നെറ്റൊക്കെ അടിച്ചായിരുന്നു. അത്രയും എണ്ണത്തിനെ അമ്മ അതിനകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ പോയ സമയത്ത് എന്നോട് പറഞ്ഞിട്ട് പോയി, കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിക്കോണം, ഞാൻ ചന്തയിൽ പോവുകയാണ്, നീ TV കണ്ടിരിക്കല്ലോ. അപ്പോൾ ശരി അമ്മ, ഞാൻ നോക്കിക്കോളാം, അമ്മ പോയിട്ട് വാന്ന് പറഞ്ഞ്. എവിടെ നമുക്ക് അതിന്നൊക്കെ ഇതിൻ്റെ ഈ വല്ല ബോധങ്ങളുണ്ടോ? അമ്മ ചന്തയിൽ നിന്ന് വന്ന് നോക്കിയപ്പോഴുണ്ട്, അവിടെ എന്നിട്ട് പോലും ഈ ബഹളം കേട്ടിട്ട് പോലും ഞാൻ അറിഞ്ഞില്ലെന്നാണ്. കീരി കയറി എല്ലാത്തിൻ്റെയും തല കടിച്ചെടുത്തുകൊണ്ട് പോയി. ആകെപ്പാട് 2-3 എണ്ണം മാത്രമേ ഇങ്ങനെ പേടിച്ചൊരു സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. കുറേ എണ്ണത്തിനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോയേക്കണം. അത് തല മാത്രം ഈ പറയും പോലെ കൊണ്ടങ്ങ് പൊക്കളയും കേട്ടോ, ഭാഗ്യം അവിടെയും ഇട്ടിട്ട് പോകും. അയ്യോ, അന്ന് ആ തള്ളേരെയെന്ന് എനിക്ക് കേട്ട വഴക്കുണ്ടല്ലോ, അന്ന് അവരെന്നെ കൊന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ കുറേ നാൾ അമ്മ കോഴിയെ വളർത്തില്ലായിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങി. നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ക്രൈസ് വന്നു പോയാൽ പിന്നെ അതങ്ങ് മാറ്റാനായിട്ട് പറ്റൂലല്ലോ. കുറച്ച് സമയത്തേക്ക് മാത്രം അത് വേണ്ടാന്നൊക്കെ തോന്നും. വീണ്ടും ഒരുപാട് കോഴിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീടൊക്കെ വിറ്റ് വാടക വീട്ടിലോട്ടൊക്കെ പോയപ്പോഴാണ് പിന്നെ അമ്മ അതൊക്കെ അങ്ങ് മടിച്ചത്. പിന്നെ വൈകുന്നേരമായി ഇന്നിതാ എല്ലായിടവും തൂത്തൊക്കെ വാരണം. പിന്നെ കേശുവിനും അനന്തുവിനും മാഗിയല്ല ഇപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവന്മാർക്ക് അതൊന്ന് റെഡിയാക്കി കൊടുക്കണം. എനിക്ക് മാഗിയേക്കാളും ഇഷ്ടം ഇപ്പിയാണ്. എനിക്കെന്നല്ല പിള്ളേർക്കായാലും അങ്ങനെ തന്നെ. മാഗി പിന്നെ കുറച്ച് ഒട്ടിപ്പിടിക്കും പോലെ തോന്നും. ഇപ്പിയാകുമ്പോൾ നോൺ സ്റ്റിക്കി അല്ലേ, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല. മറ്റേ നമ്മൾ കുറച്ചൊന്ന് നമ്മളെ ശ്രദ്ധ മാറിപ്പോയാൽ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞ് ഒരു കുഴക്കട്ട പരുവാകുമെന്ന് തോന്നും. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഇതിൽ വെജിറ്റബിൾസൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നും ഇടാറില്ല. വെജിറ്റബിൾസ് ഇടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ മസാല അതിന് തികയാത്ത പോലെ തോന്നും. അല്ലാണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതിലുള്ള മസാല അതിന് കറക്റ്റാണ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് ഈ ഇപ്പീനെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ. പരസ്യത്തിലൊക്കെ പറയും പോലെ 2 മിനിറ്റൊന്നും അല്ല, ഒരു 10-15 മിനിറ്റ് എടുക്കും. പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും സംഭവം. അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് വരണ സമയം കൊണ്ട് ബാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ബാക്കിയൊന്നുമല്ല, ഇതിപ്പോൾ പെട്ടെന്നങ്ങ് വേവും. അപ്പോൾ ഒരു പാൻ എടുത്ത് ചൂടാക്കാനായിട്ട് അത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഈ സംഭവം ഒന്ന് വെന്ത് വരും. അപ്പോൾ വെന്ത് വന്നിട്ട് ഇതിനൊന്ന് ഊറ്റി വെച്ചിട്ട് ഇതിൽ കടുകൊക്കെ താളിക്കുമ്പോഴേക്കും അതിലെ വെള്ളവും അങ്ങ് മാറിപ്പോവും. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഊറ്റി വെച്ചിട്ട് ഇതിനെ കഴുകുമായിരുന്നു. ഇപ്പം അങ്ങനെ കഴുകാറൊന്നുമില്ല, അല്ലാണ്ട് ഊറ്റി വെച്ചിട്ട് അങ്ങ് എടുക്കുകയുള്ളൂ. അപ്പോൾ കടുകൊക്കെ താളിച്ചിട്ട് ഈ സംഭവം അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലിട്ടിട്ട് ഞാനങ്ങ് ഫ്ലെയിം ഓഫാക്കും. പിന്നെ ആണെങ്കിൽ ചിലപ്പോൾ കരിയും പോലെ തോന്നും. അതിനുശേഷമാണ് മസാല പാക്കറ്റുകൾ ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ മസാലകൾ മൊത്തം ഇടൂല, കുറച്ച് മസാല ഇടുകയുള്ളൂ. പിന്നെയാണ് എല്ലാം അങ്ങ് പഠിച്ചൊക്കെ വന്നത്. അപ്പോൾ ഈ മസാലകൾ ഫുൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്ക് നല്ല സൂപ്പറായിട്ടിരിക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഊറ്റിയെടുത്തില്ല, നമ്മളല്ലാണ്ട് കോരിയിടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടും. അപ്പോഴേക്കും വീണ്ടും അതൊരുമാതിരി കുഴഞ്ഞതുപോലെ ആവും. നമുക്കിങ്ങനെ കുഴഞ്ഞിരിക്കണം അത്ര ഇഷ്ടമല്ല. നല്ല എന്താ പറയട്ടെ, നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കണമെങ്കിൽ മാത്രമേ അത് കഴിക്കാനായിട്ടൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടാണ് ഇനി മസാല ഇട്ട് ഇതേപോലെ കിണ്ടി എടുക്കണം. ഒന്ന് ഇളക്കി എല്ലായിടത്തും ആ ഒരു മസാല അതിൻ്റെ ആ ഫ്ലേവർ പിടിക്കണമല്ലോ, എന്നാലല്ലേ ടേസ്റ്റ് ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മതിയാക്കിയത് ഞാൻ പറഞ്ഞില്ലേ, ഈ മുട്ട ഒഴിച്ചാലും വെജിറ്റബിൾസ് ഇട്ടാലും ഈ മസാല അതിന് തികയാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ഇടാറില്ല. മസാല മാത്രം ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കും. നല്ല കിടിലനായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോഴേക്ക് എനിക്കിനി കടയിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നന്ദുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളടുത്ത് പറഞ്ഞ് അനന്തുവിനും കേശുവിനും ഒക്കെ അത് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ അനന്തുവിൻ്റെ അടുത്തും പറഞ്ഞിട്ട് നന്ദുവാണ് ഇതൊക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഡിമാൻഡായിരിക്കും. അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഒരു 100 കുറ്റം അവൻ അതിൽ കണ്ടുപിടിക്കും. അപ്പം ഞാൻ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, നന്ദുവാണ് തരണം, നീ മര്യാദയ്ക്ക് അത് വാങ്ങിച്ച് കഴിച്ചോ എന്ന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.